കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും മാനസികോല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും യാത്രകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഗെയിംസ് തുടങ്ങിയവ നിർമ്മിച്ചെടുക്കുന്ന വെർച്വൽ വേൾഡിൽ കുരുങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് യഥാർത്ഥ ലോകത്തിലേക്കുള്ള ഒരു കിളിവാതിൽ തുറക്കൽ കൂടിയാണ് യാത്രകൾ. എന്നാലും കുട്ടികളുടെ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെയും കൊണ്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ പേടി സ്വപ്നം തന്നെയാണ്. കുട്ടികളുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, ക്യാബ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ് എല്ലാം വളരെ നേരത്തെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കണം. 2, അസമയങ്ങളിൽ കുട്ടികളുമൊത്ത് യാത്ര ചെയ്യാൻ ഇടവരരുത്. അപരിചിതമായ സ്ഥലങ്ങളിൽ അസമയങ്ങളിൽ കുട്ടികളുമായി യാത്ര ചെയ്യുന്നത് അപകടമാണ്. 3, കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ കൃത്യമായി പാലിച്ചിരിക്കണം. സ്ഥിരം കൊടുക്കുന്ന വാക്സിനുകൾ കൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ് തുടങ്ങിയ വാക്സിനുകൾ കൂടി എടുത്തു എന്ന് ഉറപ്പുവരുത്തുക. മലേറിയ ഉള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് മുമ്പ് അതിനുള്ള പ്രൊഫൈലാക്സിസ് എടുത്തിരിക്കണം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുന്നതിന് മുമ്പ് യെല്ലോ ഫീവർ വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തണം. പൂളുകൾ, നദികൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവയിൽ കുട്ടികളെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ അനുവദിക്കരുത്. വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലങ്ങളിലും കുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത്. ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ മുതിർന്ന കുട്ടികളെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പോകുന്ന സ്ഥലങ്ങളുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രത്യേകതകൾ കുട്ടികളുമായി ഡിസ്കസ് ചെയ്യുക. കുട്ടികളുടെ താല്പര്യങ്ങൾ കൂടി പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് യാത്ര പോകുമ്പോൾ കയ്യിൽ കരുതുക. പനി, ചുമ, തലവേദന തുടങ്ങിയവയുടെ മരുന്നുകൾ, ഛർദിക്കുള്ള മരുന്നുകൾ, മുറിവിനുള്ള ബാൻഡേജ്, ഓയിൻമെന്റ് തുടങ്ങിയവ കയ്യിൽ കരുതുക. എമർജൻസി സിറ്റുവേഷനിൽ ഉപദേശം ആരായാനായി ഡോക്ടറുടെ ഫോൺ നമ്പർ കൂടി കയ്യിൽ കുറിച്ചു വെക്കുക.